ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ. എല്ലാവർക്കും എൻ്റെ ചാനൽ അറിയാവോ അല്ലേ? രുചിയേറ് നാവെന്നാണ് എൻ്റെ ചാനലിൻ്റെ നെയിം. നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എൻ്റെ ചാനലിനെ വിജയിപ്പിക്കണം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഒരു നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാമെന്ന് കരുതി. കുറച്ച് നെല്ലിക്ക കിട്ടിയായിരുന്നു കേട്ടോ. അതെടുത്തൊരു നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചു, നല്ലെണ്ണ ഒഴിച്ചു. നല്ലെണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുകും വറ്റൽമുളകും കൂടെ ഇട്ട് അത് നല്ലതുപോലെ കടുകെല്ലാം പൊട്ടിത്തെറിച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പച്ചമുളക് അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. പച്ചമുളകും അതിൽ കിടന്ന് നല്ലതുപോലെ മൂത്ത് നല്ലതായിട്ട് വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. നല്ലതുപോലെ മൂക്കണം കേട്ടോ പച്ചമുളക്. അച്ചാറിൽ ഇടുന്നത് കൊണ്ടേ പച്ചമുളക് നല്ലപോലെ മൂത്ത് വന്നാൽ മാത്രമേ നല്ല ഒരു ഇത് പിടിക്കുകയുള്ളൂ അതിലോട്ട്, അച്ചാറിലോട്ട്. മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, അത് നല്ലതുപോലെ തീ കുറച്ച് വെച്ച് കൊടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അത് നല്ലതുപോലെ മൂപ്പിച്ച് കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കുക. അതിലോട്ട് കായപ്പൊടി ഇടുക. കുറച്ച് ഉലുവാപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നെല്ലിക്ക ഞാൻ വേവിച്ച് അത് കട്ട് ചെയ്ത് വച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് അതിലോട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മുളകും മല്ലിയും ഉലുവയും അതിലുള്ള ചേരുവകളെല്ലാം ഈ നെല്ലിക്കയുമായിട്ട് നല്ല യോജിച്ച് വരണം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം. അതിൽ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തു. അച്ചാറല്ലേ, കുറച്ച് ഉപ്പ് നിന്നാലേ അതിനൊരു സ്വാദുണ്ടാകത്തുള്ളൂ. നല്ലതുപോലെ നെല്ലിക്കയിലോട്ടൊക്കെ പിടിക്കണ്ടേ. പിടിച്ച് വരുമ്പോഴത്തേക്ക് ഉപ്പ് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയാണ് കുറച്ച് കൂടുതൽ ഉപ്പ് നമ്മൾ അച്ചാറിൽ ഇടുന്നത്. ഇത് നെല്ലിക്ക വേവിച്ചെടുത്ത വെള്ളമാണ്, അത് കളയരുത് കേട്ടോ കൂട്ടുകാരെ. ആ വെള്ളം നമ്മൾ ഈ അച്ചാറിലോട്ട് ഒഴിക്കണം. അപ്പോൾ അച്ചാറിന് നല്ല ടേസ്റ്റാണ്. വെറും ചൂടുവെള്ളം ഒഴിക്കുന്നതിനേക്കാളും നെല്ലിക്ക വേവിച്ച വെള്ളം ഒഴിക്കണം. അല്പം പഞ്ചസാര ഞാനിടും കേട്ടോ. ഇത് എൻ്റെ ഒരു രീതിയാണ്. ആ മസാലയുടെയൊക്കെ കുത്തലും കടുപ്പും ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര ആയാലും കുറച്ച് ശർക്കര ആയാലും മതി. ഇട്ട് കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് അത് നല്ല രീതിയിലൊന്ന് അതിൻ്റെ ആ കൂട്ടൊക്കെ അതിലോട്ട് പിടിക്കാൻ വേണ്ടി ഒന്ന് ചെറിയ തിള വരണം. അച്ചാർ റെഡി, നെല്ലിക്ക അച്ചാർ റെഡി. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ നെല്ലിക്ക കറി വെച്ച് നോക്കൂ, നല്ലൊരു അടിപൊളി അച്ചാറായിരിക്കും. അത് ഞാൻ നെല്ലിക്ക ഉപ്പിലിട്ടതാണ്.